നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന അളകപ്പനഗർ സ്വദേശിയായ 60കാരൻ മരിച്ചു. മരണം കോവിഡ് ബാധിച്ചെന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ. നെന്മണിക്കര ചെറുവാളിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡ് കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന അളകപ്പനഗർ സ്വദേശിയായ 60കാരൻ മരിച്ചു. വില്ലേജ് കോർട്ട് റോഡിൽ താമസിക്കുന്ന വേങ്ങാശ്ശേരി വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്നുവെങ്കിലും മരണം കോവിഡ് ബാധിച്ചെന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ മാസം 5 മുതലാണ് രവീന്ദ്രന് പനി തുടങ്ങിയത്. പനി മാറാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നാണ് എലിപ്പനിയെന്ന് സ്ഥിരീകരിച്ചത്. പിന്നീട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രവീന്ദ്രനെ ബുധനാഴ്ച പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രവീന്ദ്രന്റെ വീട്ടിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. രവീന്ദ്രന്റെ സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 വടൂക്കര ശ്മശാനത്തിൽ നടക്കും. മിനിയാണ് ഭാര്യ. അമരീഷ്, അക്ഷയ് എന്നിവർ മക്കളാണ്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 7154 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 3 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 2165 എന്നാൽ രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് കേസുകളിൽ 30% കേസുകളും കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് പ്രധാനമായും കോവിഡ് ലക്ഷണങ്ങൾ. കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് കിടക്കകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, പരിശോധനാ കിറ്റുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്തുവാൻ നിരവധി സംസ്ഥാനങ്ങൾ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെന്മണിക്കര ചെറുവാളിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ചാളക്കൽ 53 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. നേന്ത്രവാഴത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പടിഞ്ഞാറേപ്പാടത്ത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ബിജുവിന്റെ മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദീപികയാണ് ഭാര്യ. കിരൺ, നവീൻ എന്നിവർ മക്കളാണ്. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡ് കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചത് പ്രേംകുമാറാണെന്ന് ഉത്തരാഖണ്ഡ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചു. വെള്ളാനി സ്വദേശികളായ കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ 74 വയസ്സുള്ള മണി, മകൾ 43 വയസ്സുള്ള രേഖ എന്നിവരെയാണ് കഴിഞ്ഞ ബുധനാഴ്ച വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഖയുടെ ഭർത്താവ് പ്രേംകുമാറാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞിരുന്നു. കൊലയ്ക്ക് ശേഷം പ്രേംകുമാർ സംസ്ഥാനം വിട്ടതായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന ആരംഭിച്ചത്. കോട്ടയം കുറിച്ചി സ്വദേശിയാണ് പ്രേംകുമാർ. രേഖയ്ക്കും അമ്മയ്ക്കുമൊപ്പമാണ് പ്രേംകുമാർ താമസിച്ചിരുന്നത്. ഇയാൾക്കെതിരെ രേഖ വനിതാ സെല്ലിൽ പരാതി നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പ്രകാരം ജൂൺ 1 ഇയാൾ വീട്ടിലെത്തിയത്. മണിയെയും രേഖയെയും കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. പോലീസ് അന്വേഷണത്തിൽ പ്രേംകുമാർ 2019 ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി പിടിയിൽ. സൊസൈറ്റി മുൻ ചെയർമാൻ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ 45 വയസ്സുള്ള സജീഷ് കുമാറിനെയാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത്.
ഇരിങ്ങാലക്കുട പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തു നിന്നും മടങ്ങിവന്ന ഇയാളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പിടികൂടിയത്. മുൻ ചെയർമാൻ സജീഷ് കുമാറിനും മറ്റു പ്രതികൾക്കുമെതിരെ 100 കണക്കിന് പേരുടെ പരാതിയിൽ കോടികൾ തട്ടിപ്പ് നടത്തിയതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാത്രം 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ നിക്ഷേപകരിൽ നിന്നും പണം സ്വരൂപിച്ചത്. വല്ലച്ചിറ സ്വദേശിയിൽ നിന്ന് 13,50,000 രൂപയും തലോർ സ്വദേശിയിൽ നിന്ന് 1 ലക്ഷം രൂപയും കോണത്തുകുന്ന് സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്ന് 5,50,000 രൂപയും ഫിക്സഡ് ഡെപ്പോസിറ്റായി വാങ്ങിയതിനു ശേഷം പലിശ നൽകാതെയും നിക്ഷേപിച്ച പണം തിരികെ നൽകാതെയും തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളും സ്ഥാപനത്തിന്റെ മാനേജറുമായ മുട്ടിത്തടി സ്വദേശിനി അറക്കൽ വീട്ടിൽ ജീവലതയെ ഇരിങ്ങാലക്കുട പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ തൃശൂർ, കുന്നംകുളം, ഇരിങ്ങാലക്കുട, കുട്ടനല്ലൂർ എന്നീ ബ്രാഞ്ചുകളിലായി 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് കരുതുന്നത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ MS ഷാജനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനി ബിസിനസ് ന്യൂസ്. സാധാരണക്കാരന്റെ സാമ്പത്തിക ആവശ്യത്തിനായി റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺസ് എന്ന സ്ഥാപനം ആമ്പല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പല്ലൂർ കൂടലി അർക്കേഡിൽ പ്രവർത്തിക്കുന്ന റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ പഞ്ചായത്ത് അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കുറച്ച് പേര് ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങുകയും ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലൊട്ടാകെ സ്വർണം സമ്പാദ്യമായിട്ട് സ്വീകരിക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ വായ്പ എടുക്കുക എന്നുള്ളതാണ് പൊതുവായിട്ട് ജനങ്ങളുടെ ഒരു. അതുകൊണ്ട് ഗോൾഡ് ലോൺ വിജയിക്കും. അതോടൊപ്പം തന്നെ ഈ സംരംഭം എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. റോയൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. റോയൽ ഫിനാൻസിന്റെ പാർട്ട്ണർമാരായ വിമൽ K ജോസ്, അജിൻ AB, സുമേഷ് TG, മനോജ് AB, ജോയ് സിജി, സന്തോഷ് AS, സുരേഷ് CR, സിജോ P പൗലോസ്, ബിജു VK, ഷാനവാസ് CA എന്നിവർ സന്നിഹിതരായി. റോയൽ ഗ്രൂപ്പിന്റെ റോയൽ ഫിനാൻസ് എന്ന സ്ഥാപനം ഇന്നു മുതൽ ആമ്പല്ലൂർ കൂടലി ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ പണയ ദിവസത്തേക്ക് മാത്രം പലിശ എടുത്തുകൊണ്ട് പരമാവധി റേറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോൾഡ് ലോൺ ചെറുതോ വലുതോ ആയ സംരംഭം തുടങ്ങുന്നവർക്കും ബിസിനസ് വിപുലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ബിസിനസ് വായ്പ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വായ്പ കുറഞ്ഞ പലിശ നിരക്കിൽ, പണയ ദിവസത്തേക്ക് മാത്രം പലിശ, മറ്റു ചിലവുകളില്ല, ഈസി പ്രോസസിംഗ്, കൂടാതെ ഏറ്റവും മികച്ച സേവനവും റോയൽ ഫിനാൻസിൽ ലഭ്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പണം ഉടനടി. സന്ദർശിക്കുക റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺസ്, കൂടലി ആർക്കേഡ്, ആമ്പല്ലൂർ. വിളിക്കുക 7012955371. മറ്റു വാർത്തകളിലേക്ക്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കുടിയൻ, സ്കൂൾ പ്രധാനാധ്യാപിക M യൂജിൻ പ്രിൻസ്, സെന്റ് ആന്റണീസ് HSS പ്രിൻസിപ്പാൾ ടോബി തോമസ്, സെന്റ് ആന്റണീസ് NPS പ്രധാനാധ്യാപിക ലൈസി ജോൺ, PTA പ്രസിഡന്റ് ഷാജു മാടമ്പി, MPTA പ്രസിഡന്റ് സതി സുധീർ, ജനറൽ കൺവീനർ MP രാജു എന്നിവർ സംസാരിച്ചു. ഫുൾ A+ നേടിയവരെയും LSS, USS, NMMS സംസ്കൃത സ്കോളർഷിപ്പ് വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന അനുമോദന സഭ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ശ്രീമതി T. ഷൈല ഉദ്ഘാടനം ചെയ്തു.
വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഇക്കഴിഞ്ഞ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കെടുത്ത്, സ്കൂൾ മാനേജർ C രാകേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, അധ്യാപിക ഇന്ദു അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിന്റെ മാനേജരും പാവനാത്മ പ്രൊവിൻഷ്യലുമായ സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷയായി. കൊടകര ഫൊറോന പള്ളി വികാരി ഫാദർ ജേസൺ കരിപ്പായി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പ്രധാനാധ്യാപിക സിസ്റ്റർ സംഗീത, PTA പ്രസിഡന്റ് രഞ്ജിത്ത്, MPTA പ്രസിഡന്റ് ലിജി ജോബി, വിദ്യാർത്ഥി പ്രതിനിധി ആഗ്ന, അധ്യാപിക റൂസ്മോൾ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സെന്റ് ആന്റണീസ് LP സ്കൂളിൽ സർഗോത്സവ വേളയ്ക്ക് തുടക്കമായി. ഗായകനും സംഗീത സംവിധായകനുമായ ആന്റണി സർഗോത്സവ വേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ സെബി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ബൈജു, ജിനി, ഭുവന, കരാട്ടെ മാസ്റ്റർ പവന എന്നിവർ സംസാരിച്ചു. റൂബിക്സ് ക്യൂബ് കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന 4ാം ക്ലാസ്സുകാരൻ ജോയ്സൺ ഡേവിസിന്റെ പ്രകടനവും ഉണ്ടായിരുന്നു. പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിട്ട് കൊടകര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര പച്ചക്കറി യജ്ഞം തുടങ്ങി. ഹരിതം JLG ഗ്രൂപ്പ് അംഗങ്ങൾക്ക് പച്ചക്കറി തൈകൾ കൈമാറി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ നയനധാര, JLG ഗ്രൂപ്പ് അംഗങ്ങളായ റോസ്ലി പാപ്പച്ചൻ, സുമ തിലകൻ, പ്രമീള, സുമ സഹദേവൻ, ലോലിത എന്നിവരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 15 ആഘോഷിക്കും. 14 വൈകിട്ട് ഫാദർ ജോസഫ് മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. അന്തോണി നാമധാരികളുടെ സംഗമവും ഉണ്ടാകും. തിരുനാൾ ദിനമായ 15 രാവിലെ ഫാദർ ജോബി കുര്യൻ വട്ടക്കുന്നേലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, 10:30 ഫാദർ അമൽ മാളിയേക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, ഫാദർ ജിജി കുന്നേലിന്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം അൾത്താരയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച, സദ്യ എന്നിവ നടക്കും. ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ 14 വൈകിട്ട് 4 മറ്റത്തൂർ GLPS ഹാളിൽ വെച്ച് പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിക്കും. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അളഗപ്പനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 പാർട്ടി ജന്മശതാബ്ദി പതാകകൾ ഉയർത്തും. ശനി, ഞായർ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. CPI ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും. CPI ദേശീയ കൗൺസിൽ അംഗം K രാജൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് എന്നിവർ പങ്കെടുക്കും. വെള്ളിക്കുളങ്ങര വിമല ഹൈസ്കൂളിലെ 1998 ബാച്ച് വിദ്യാർത്ഥി സംഗമത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ച വൈകിട്ട് 9 മണിക്ക് മലയാളം അധ്യാപിക ഷീബ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നിർവഹിക്കും. തുടർന്ന് ഇവന്റ് മാനേജർ സാജു പോൾ, പ്രസിഡന്റ് CJ അഭിലാഷ്, സെക്രട്ടറി മനു ലാൽ എന്നിവർ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും പ്രധാനപ്പെട്ട രേഖകളാണ് ആധാർ കാർഡും പാൻ കാർഡും. എന്നാൽ ഉടമ മരണപ്പെട്ടാൽ ഈ രേഖകൾ എന്തു ചെയ്യും? കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് മരണശേഷം കുടുംബാംഗത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഈ രേഖകൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അവ സൂക്ഷിക്കണോ, കൈമാറണോ, അതോ നശിപ്പിക്കണോ എന്ന് സംശയമുണ്ടാകാം. റിപ്പോർട്ട് കാണാം. രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ. LPG സബ്സിഡികൾ, സ്കോളർഷിപ്പുകൾ, EPF അക്കൗണ്ടുകൾ തുടങ്ങിയ നിർണായക സേവനങ്ങളുമായി ആധാർ വിവരങ്ങൾ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇതിന്റെ പ്രാധാന്യം വലുതാണ്. ഒരു വ്യക്തി മരിച്ചാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡ് നിർജ്ജീവമാക്കാനോ റദ്ദാക്കാനോ നിലവിൽ വ്യവസ്ഥയില്ല. എന്നാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ
യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വെബ്സൈറ്റ് വഴി വ്യക്തിയുടെ ക്രെഡൻഷ്യലുകൾ ലോക്ക് ചെയ്തുകൊണ്ട് ആധാറുമായി ബന്ധപ്പെട്ട ബയോമെട്രിക് ഡാറ്റ സുരക്ഷിതമാക്കണം. രാജ്യത്തെ പൗരന്റെ പ്രധാന സാമ്പത്തിക രേഖയാണ് പാൻ കാർഡ്. ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനും ബാങ്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിനും പാൻ കാർഡ് അത്യാവശ്യമാണ്. അതിനാൽ ഒരു വ്യക്തി മരിച്ചാലും എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുന്നതുവരെ പാൻ കൈവശം വെക്കണം. അക്കൗണ്ട് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയുടെ പാൻ ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കാം. പാൻ കാർഡ് സമർപ്പിക്കാൻ അസസിംഗ് ഓഫീസർക്ക് ഒരു അപേക്ഷ എഴുതി നൽകുക. മരിച്ചയാളുടെ പേര്, പാൻ നമ്പർ, ജനന തീയതി, മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പ് എന്നിവ അപേക്ഷയുടെ കൂടെ നൽകുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ ടിവിയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ മുഴുവൻ A+, A1, ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ കേബിൾ ടി വി ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന അളഗപ്പനഗർ സ്വദേശിയായ 60കാരൻ മരിച്ചു. മരണം കോവിഡ് ബാധിച്ചെന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ. നെന്മണിക്കര ചെറുവാളിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡ് കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി പിടിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.